ഹായ്, പുതിയൊരു യാത്രാവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നുള്ളത് ഊട്ടിയിലാണ്. നമ്മുടെ ഊട്ടിയിലെ സ്ഥിരം കാഴ്ചകൾ കാണാനാണ് ഈ വീഡിയോയിലേക്ക് വന്നതെങ്കിൽ സോറി, ഇതിൽ നമ്മുടെ ഊട്ടിയിലെ സ്ഥിരം ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. ഊട്ടിയിൽ തന്നെ നമ്മളൊന്നും കാണാൻ നിൽക്കുന്നില്ല. നമ്മൾ നേരെ പോകുന്നത് ഊട്ടിയിൽ നിന്ന് ഒരു 52 കിലോമീറ്റർ മാറി ഒരു അതിമനോഹരമായ ഒരു സ്പോട്ടിലേക്കാണ്. കിന്നക്കോര, അതായത് സൂര്യൻ ഉദിക്കാത്ത നാട് എന്നൊക്കെ പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഊട്ടിയിൽ നിന്ന് കിന്നക്കോര യാത്ര അതൊരു അപാര യാത്ര തന്നെയാണ്. കാടും കാട്ടുപോത്തുകളും മൃഗങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു കാട്ടുവഴിയിലൂടെയുള്ള ഒരു മനോഹരമായ ഒരു യാത്രയാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് കിന്നക്കോരയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഊട്ടി സീരീസിലെ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. കോത്തഗിരിയാണ് അന്നത്തെ ടൂറിസ്റ്റ് പ്ലേസ്. അതും നമ്മൾ കോമൺ ആയിട്ട് പോകുന്ന ഒരു സ്ഥലമല്ല. നമ്മൾ കോത്തഗിരിയിലെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. ഈ പറയുന്ന കോത്തഗിരിയും ഇപ്പം നമ്മൾ പോകാൻ പോകുന്ന കിന്നക്കോരയും. അപ്പോൾ കിന്നക്കോരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. സൂര്യൻ ഇല്ലാത്ത അല്ലെങ്കിൽ സൂര്യൻ എത്തപ്പെടാത്ത അത്രയും തിക്കായ ഒരു കാടുള്ള മനോഹരമായ ഒരു പ്ലേസാണ് കിന്നക്കോര. അപ്പോൾ എന്തായാലും നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താണ് അവിടുത്തെ വിശേഷമൊന്നും, അവിടുത്തെ ഒരു ഭംഗി. പക്ഷേ പോകുന്ന വഴിയിൽ നമ്മൾ ഊട്ടിയിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രണ്ട് സൈഡും മനോഹരമായ കാടും തേയിലത്തോട്ടങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു അതിഗംഭീരമായ ഒരു യാത്രയാണ് നമുക്ക് ഈ ഊട്ടി ടു കിന്നക്കോര അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ഒരു നല്ലൊരു പ്ലേസാണ് ഈ കിന്നക്കോര. അതായത് നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറി അത് ഒരു മനസമാധാനമായ ഒരു സ്ഥലം പ്രതീക്ഷിക്കുകയാണെങ്കിൽ, അതായത് കാടിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഒരു തനിമയായ തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളെല്ലാം ഒന്ന് കണ്ട് അവിടുത്തെ അവരുടെ ജീവിതശൈലിയും അവരുടെ ഭാഷയും അവിടുത്തെ രീതിയും അവിടുത്തെ കൃഷിയും എല്ലാം കണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കിന്നക്കോര യാത്ര വളരെ ഒരു ബെസ്റ്റ് യാത്രയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ പല കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് മാത്രമല്ല, നമുക്ക് പല മൃഗങ്ങളെയും കാണാൻ പറ്റുന്ന ഒരു യാത്രയും കൂടെയാണ് ഊട്ടി ടു കിന്നക്കോര. ഏറ്റവും കൂടുതലുള്ളത് കാട്ടുപോത്തുകളാണ്. അവ ഈ റോഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. കാരണം നമ്മൾ സാധാരണ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മൾ പോയി കഴിഞ്ഞാലും കാട്ടുപോത്തൊക്കെ കുറച്ച് ഉള്ളിലോട്ട് കാടിനകത്തോട്ടാണ് നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഇത് യാത്രയിലൊക്കെ നമ്മുടെ കാട്ടുപോത്തിനെയൊക്കെ നമ്മൾ അടുത്ത് കാണാൻ പറ്റും എന്നാണ് അറിഞ്ഞത്. പിന്നെ അതെ, നമ്മളിപ്പോൾ കാണുന്ന ഒരു മനോഹരമായ ഒരു വില്ലേജാണ്. അത് ഒരു വില്ലേജിൻ്റെ ഒരു ദൂരക്കാഴ്ചയാണ്. ഇത് തന്നെയാണ് ഇവരുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ നേരത്തെ കോത്തഗിരിയിൽ പറഞ്ഞതുപോലെ അവർ ഓരോ ആൾക്കാർ ഒരു ഗ്രാമം മൊത്തം ഒരു ഏരിയയിലും അതിനെ ഒരു പ്രത്യേക പേരൊക്കെ ഇട്ടാണ് അവിടെ അറിയപ്പെടുന്നത്. അതുപോലെ ആണ് ഇവിടെയും അതേ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. പല സ്ഥലങ്ങളിലും ഒരു വലിയ ഗ്രാമം, അവിടെ കുറേ വീടുകൾ, അത് കഴിഞ്ഞ് പിന്നെ കുറേ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ സ്പോട്ടുകളാണ്. കാട്ടുപന്നി റോഡിലൂടെയൊക്കെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ കിന്നക്കോരയിലെ യാത്ര ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത, ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഊട്ടി ടു കിന്നക്കോര. അതായത് കാട്ടുമൃഗങ്ങളെയും കാടും ഒക്കെ കണ്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കൃത്യമായും നിങ്ങൾ ഈ കിന്നക്കോര റൂട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മഞ്ഞിൻ പൂവേലിക്കൽ കൂടി കൊച്ചു വണ്ണാത്തിപ്പുള്ളുകൾ പാടി താളം പിടിക്കുന്ന വാലാട്ടിപ്പക്ഷിക്കു താലികെട്ടിന്നല്ലേ നീയും കൂടുന്നു. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും.
നാവിൽ വാനം ഊട്ടിയിൽ നിന്ന് വെറും 55 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ എത്താവുന്ന ഈ മനോഹരമായ സ്പോട്ട് നമ്മുടെ നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ്, തമിഴ്നാട്ടിലെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പോകുന്ന വഴിയിൽ മഞ്ഞ് നിറഞ്ഞ മലനിരകളും എല്ലാമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഉച്ചവരെ ഇവിടെ സൂര്യൻ ഉദിക്കാത്തത് കൊണ്ട് തന്നെ അതിമനോഹരമായ മഞ്ഞിൽ മൂടിയ മലനിരകളും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഉച്ച കഴിയാറായപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. എനിവേ നമുക്ക് കിണ്ണക്കോരയിലേക്ക് പോകാം, അവിടുത്തെ വിശേഷം എങ്ങനെയാണെന്ന് നോക്കാം. എന്തായാലും നമ്മുടെ നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു പ്രദേശം നമ്മുടെ ഈ ഊട്ടിയിലുണ്ടെങ്കിൽ അത് കിണ്ണക്കോരയാണ്. ഇതൊരു താഴ്വരയാണ്. കാരണം കിണ്ണക്കോര നമ്മൾ വന്ന യാത്രയിൽ മൊത്തം നമുക്കൊരു താഴ്ചയിൽ ഇറക്കമായിരുന്നു നമ്മുടെ യാത്ര മുഴുവനായും. അപ്പോൾ ഊട്ടിയിൽ നിന്ന് വളരെ താഴ്ന്ന ഒരു പ്രദേശമാണ് കിണ്ണക്കോര എന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ കാണാൻ കഴിയുന്ന മനോഹരമായ ദൃശ്യമാണ്. കണ്ണിന് കാഴ്ചയിൽ കുളിർമ നൽകുന്ന ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു ദൃശ്യമാണ് നമുക്ക് ഈ കിണ്ണക്കോര യാത്ര കാണാൻ കഴിഞ്ഞത്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് അവരുടെ കൃഷിയും കാര്യങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞു. അവരുടെ ചില സ്ഥലങ്ങളിൽ അവരുടെ ക്ഷേത്രങ്ങൾ, പിന്നെ അവരുടെ മൃഗങ്ങൾ, കന്നുകാലികളൊക്കെയാണ് അവരുടെ കൂടുതലും അവർ കൃഷിയും കാര്യങ്ങളുമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിത ശൈലിയും നമുക്ക് ഇടയ്ക്ക് നിർത്തി ഒന്ന് കണ്ട് ഒക്കെ പോകാനുള്ളൊരു സാധ്യത കൂടെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും. എന്തായാലും ഒരു മനോഹരമായ ഒരു ദൃശ്യ വിരുന്നാണ് നമ്മുടെ ഈ ഊട്ടി ടു കിണ്ണക്കോര യാത്ര. അപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മൾ ഊട്ടിയിൽ വന്നാലും ഈ ഒരു യാത്രയും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു ദിവസം ഈ കിണ്ണക്കോരയിലേക്ക് വന്ന് ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകളെ കണ്ട് തിരിച്ചു പോകണം. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ് ഈ കിണ്ണക്കോര. നമ്മൾ ഈ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. നമ്മളധികം നമുക്ക് സമയം കിട്ടിയില്ല, നിർത്തി ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല. നമ്മൾ വാഹനത്തിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എടുത്ത വീഡിയോസ് മാത്രമേ ഇതിലുള്ളൂ. അത് തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് ഊട്ടി ടു കിണ്ണക്കോര. അപ്പോൾ കിണ്ണക്കോര ബസ്സാണ് ഈ പോകുന്നത്. കിണ്ണക്കോര ജംഗ്ഷൻ വരെ പോയിട്ട് ഊട്ടിയിൽ നിന്ന് കിണ്ണക്കോര വരെ നമുക്ക് ബസ്സിൽ പോകണമെങ്കിലും പോകാൻ കഴിയുന്ന ഒരു സാധ്യത കൂടെ നമുക്ക് ഈ ഊട്ടിയിൽ നിന്ന് കിണ്ണക്കോരയിലേക്കുണ്ട്.